കണ്ണൂർ തലശ്ശേരി പുന്നൂരിലെ CPM പ്രവർത്തകൻ UK സലീം വധക്കേസിലാണ് വെളിപ്പെടുത്തലുമായി പിതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. CPM ആണ് മകനെ കൊന്നതെന്നാണ് ഈ പിതാവിന്റെ മൊഴി. വിചാരണയ്ക്കിടെ പിതാവ് യൂസഫ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് മൊഴി നൽകിയത്. അതേസമയം പിതാവിന്റെ മൊഴി പച്ചക്കള്ളമാണെന്ന് MV ജയരാജൻ പ്രതികരിച്ചു. ഈ പെടുങ്ങൾ വരുമ്പോൾ കാണൊരു ചായപ്പിടി വേണ്ടിപ്പാട് അവിടെ കൊണ്ടുപോയി 1.5 മണിക്കൂർ ഇവരെ നിർത്തി. ഇത് എന്നിട്ട് രക്തം വാങ്ങി പോയി നേരെ കൊണ്ടുപോയി മാവി ആശുപത്രിയാണ്. കാരണം മാർക്സിസ്റ്റ് വാർഡിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു നിങ്ങൾ ആരോട് അന്വേഷിച്ചാൽ മതി, എന്ത് സംഭവിച്ചു നേരെ കൊണ്ടുപോയി കോപ്പറേറ്റ് അവർ ഹോസ്പിറ്റലുണ്ടോ. ഇത് ചെയ്യാതെ മരണപ്പെടേണ്ട ഉദ്ദേശത്തോടെ 1.5 മണിക്കൂർ ഇവിടെ കൊണ്ടുപോയി നിർത്തി. ആ പീഡിയക്കാരൻ പറഞ്ഞിട്ടുണ്ട് 1.5 മണിക്കൂർ ഇവിടെ നിർത്തി സുഖം. എന്നിട്ട് മാവി ആശുപത്രി കൊണ്ട് അവിടെ നിന്ന് നേരെ തലശ്ശേരിക്കൊണ്ടേ. പക്ഷെ ഇത് എവിടുന്ന മരണപ്പെട്ടത് ഇന്നുവരെ റെക്കോർഡില്ല. മാവി എന്ന് വെച്ചാൽ അവിടെ നിന്ന് മരണപ്പെട്ടില്ല. ഞാൻ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് തലശ്ശേരി മുനിസിപ്പൽ കാരണം തലശ്ശേരി കോപ്പറേറ്റീവ് മരണപ്പെട്ടാൽ മുനിസിപ്പാലിറ്റി ഡെത്ത് സർട്ടിഫിക്കറ്റ് അവിടെ ആവശ്യപ്പെട്ട രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കോപ്പറേറ്റീവ് പോയി അന്വേഷിച്ചു എന്ന് പറഞ്ഞ് ഇവിടുന്ന് മരണപ്പെട്ടില്ല. അന്വേഷണത്തിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തെന്ന് പൂർണ്ണ അത് ഒത്തും ഇവര് വെളിക്കൊണ്ടിരുന്നില്ല. അമ്മ കാര്യം കുറ്റക്കാരനൊന്നും ഉദ്ദേശിക്കില്ല. പക്ഷെ സത്യം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് സത്യമല്ല. കാരണം ഇതിന്റെ കൊടുത്ത മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുഴുവൻ സാക്ഷികൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ എല്ലാവരും എനിക്കറിയാം. അവരൊന്നും ആ സമയത്ത് അരിയത്തേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവരുടെ പേരല്ല കൊടുത്തത്. NDFകാർ കൊലപ്പെടുത്തിയ ന്യൂമാഹിയിലെ സലീമിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കല്ലുവെച്ച നുണകളാണ്. സത്യത്തിൻ്റെ കണിക പോലും അക്കാര്യത്തിലില്ല. യഥാർത്ഥത്തിൽ ആ കൊലപാതകം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം പോലീസ് അദ്ദേഹത്തിൻ്റെ മൊഴികൾ എടുത്തതാണ്. ഇപ്പോൾ വെളിപ്പെടുത്തിയതുപോലെയുള്ള എന്തെങ്കിലും കാര്യം അദ്ദേഹം അന്ന് പോലീസിനോട് പറഞ്ഞിട്ടില്ല. MV ജയരാജന്റെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ഫെലിക്സ്, അതീവ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. വെളിപ്പെടുത്തലിനപ്പുറത്തേക്ക് അത് വലിയ വിമർശനവും കൂടിയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെയും എന്താണ് അദ്ദേഹം പറയുന്നത്? പാർട്ടി പ്രതിരോധിക്കുന്നത് എങ്ങനെ? 2008 UK സലീം കൊല്ലപ്പെടുന്നത്. തലശ്ശേരി പുന്നൂരിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു. NDF പ്രവർത്തകർ, 7 NDF പ്രവർത്തകരായിരുന്നു ഈ കേസിലെ പ്രതികൾ. ഈ കേസിലാണ് പിതാവ് UK സലീമിന്റെ പിതാവ് യൂസഫ് ഇങ്ങനെ ഒരു മൊഴി ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിചാരണയ്ക്കിടെ നൽകിയത്. ആ മൊഴിയിൽ പറയുന്നത് ഈ UK സലീമിനെ കൊലപ്പെടുത്തിയത് CPM ആണ് എന്നതാണ്. അതിന് കാരണമായി ഈ യൂസഫ് നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുന്നത് തലശ്ശേരിയിലെ ഫസൽ വധക്കേസിൽ CPM നേതാക്കളാണ് ആ കേസിലെ പ്രതികൾ, കാരായ രാജൻ അടക്കമുള്ളവർ. ആ കേസിലെ ചില രഹസ്യങ്ങൾ ഈ UK സലീമിന് അറിയാമായിരുന്നു. ആ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന ഭയത്താൽ CPM പ്രവർത്തകർ UK സലീമിനെ കൊലപ്പെടുത്തി എന്നതാണ് പിതാവിന്റെ ആരോപണം. മാത്രമല്ല ആ സമയത്ത് ഈ സലീമിന്റെ കൈവശ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ എവിടെ പോയെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് പോലും കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ പിതാവ് ഉന്നയിക്കുന്നത്. എന്നാൽ CPM ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. കാരണം ആ സമയത്തോ അതിനുശേഷമോ ഇങ്ങനെയൊരു മൊഴി പോലീസിന് ഈ UK സലീമിന്റെ പിതാവ് നൽകാൻ തയ്യാറായില്ല. മാത്രമല്ല പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നതെന്നും ഒപ്പം ഈ രക്തസാക്ഷിത്വ ഫണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ പിതാവിന് നൽകിയെന്നുമാണ് ഇപ്പോൾ MV ജയരാജൻ. തലശ്ശേരിയിലെ CPM പ്രവർത്തകൻ സലീം വധക്കേസിലാണ് മകനെ കൊന്ന് CPMകാർ തന്നെയാണെന്നുള്ള വലിയ അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു പരാമർശവുമായി വെളിപ്പെടുത്തലുമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ രംഗത്തെത്തുന്നത്.